അങ്ങനെ മിഡ് വീക്ക് എവിഷനിലൂടെ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ എപ്പിസോഡിലും ലൈവിലും ഒരേ സമയത്താണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ നടന്നെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഭയങ്കരമായ ഒരു വിഷമം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യം പറയാം. ശൈത്യ ഏകദേശം ഒരു 8 മണി തൊട്ട് 10 മണി വരെ, ഒരു 2 മണിക്കൂർ ഉണ്ടായി കാണും, 2-3 മണിക്കൂർ ആ കുട്ടി അനുവിനോട് സംസാരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. അതിനകത്ത് ഒരുപാട് തവണ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് അനുഭവിച്ചു. ഇത് കഴിഞ്ഞൊരു 10 മണിയായപ്പം പുള്ളിക്കാരി അങ്ങ് ആ എപ്പിസോഡിലുണ്ട്, തകർന്നു പോവുകയാണ്, തകർന്ന് അലറി വിളിക്കുകയാണ് ചെയ്തത്. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ അച്ഛനെയും അമ്മേനെയും അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അനു എന്ന് പറഞ്ഞ ഒരാൾ കേട്ടുകൊണ്ടിരിക്കുക, അല്പം ഒരു ദയ ഉണ്ടെങ്കിൽ, അല്പം ഒരു മനുഷ്യപ്പറ്റ സകലമെങ്കിലും ഉണ്ടെങ്കിൽ അല്പം ഒന്ന് നമുക്ക് അത് എന്തെങ്കിലും ആയി, അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി സമാധാനിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വിന്നറാവാതിരിക്കുകയൊന്നുമില്ല, വിന്നറാവും പക്ഷേ അല്പം ഒരു മനുഷ്യപ്പറ്റ് കാണിക്കണം കേട്ടോ. എന്തൊക്കെ അവരിനി കള്ളം പറയുകയോ, ശൈത്യ കള്ളം പറയുകയാണ്, ശൈത്യ കള്ളിയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഒരാൾ നമ്മുടെ മുന്നിൽ ഇരുന്ന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം പറഞ്ഞ് കരയുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത് കേട്ടിട്ട്. സത്യമായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ, എടാ പോട്ടടാ, സാരമില്ല, ഞാൻ കാരണം ക്യാമറ നോക്കി ഒരു വാക്ക് പറഞ്ഞൂടെ, ഞാൻ കാരണം നിൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ ഫാൻസോ ആരെങ്കിലും നിൻ്റെ വീട്ടുകാരെ ഞാൻ കാരണം നിനക്ക് അറ്റാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും ഞാൻ കാരണം ആരെയും അറ്റാക്ക് ചെയ്യരുത്, എൻ്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലാണ്ട് ആരെയും അറ്റാക്ക് ചെയ്യരുത് എന്ന് ഒരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, അത് വലിയ കാര്യമായിരുന്നു, ഒരു വാക്ക്. പക്ഷെ ഒരു അനക്കവും ഇല്ല, ഒരു കൂസലും ഇല്ല. എനിക്കത് അത്ഭുതം തോന്നി കേട്ടോ, ഞാൻ സത്യമായിട്ട് ഞാൻ പറയാണ്, എനിക്ക് അത്ഭുതം തോന്നി എന്നേ പറയാനുള്ളൂ. എത്ര വലിയ ഗെയിം കളിച്ചാലും, വലിയ ഗെയിമറാണെങ്കിലും, എത്ര വലിയ ഗെയിമറാണെങ്കിലും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മനസ്സിലാക്കിക്കോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അല്പം ഒരു കരുണയാകാം, ഒരു ദയാവാം, മനസ്സിലായില്ലേ? അത്രേ എനിക്ക് പറയാനുള്ളൂ അനുവിനോട്. അനുവിൻ്റെ ഫാൻസുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോടും എന്നെ ഇപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടി വരുമായിരിക്കും, പക്ഷേ ഒരല്പം ഒരു ക്വാളിറ്റി, ഒരു ചെറിയൊരു ക്വാളിറ്റി, ഒരു ദയ, അത് ഞാൻ വിചാരിച്ചു അനുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. എത്രയൊക്കെ ആണെങ്കിലും അവരിപ്പം വീഡിയോയിൽ കാണിച്ചപ്പോൾ കെട്ടിപ്പിടിച്ചില്ലേ, അപ്പോൾ അതൊക്കെ വെറുതെയാണോ? അതാ ചോദിക്കുന്നത്. എല്ലാം വെറുതെയാണോ? എല്ലാം ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ കാണിക്കുന്നത്? ഈ ക്യാമറയും ഈ ഫാൻസും PR ഒക്കെ പോകും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഉണ്ടാവുന്നത് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ഓർമ്മകളും ഒക്കെയാണ്. അത് മനസ്സിലാക്കുക. ലൈഫ് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നും. സോ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് കണ്ടിട്ട്, ആ കുട്ടി കിടന്ന് അലറി വിളിച്ച് കരയുന്നത് കണ്ടിട്ട്. ആ കുട്ടി അനുഭവിച്ചതിൽ കൊണ്ടാണത് പറയുന്നത്. ആ കുട്ടിക്ക് ഫാൻസ് ഇല്ല, വലിയ ഫാൻസും ഒന്നുമില്ല, ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മിഡ് വീക്ക് എവിഷൻ നടക്കുകയാണ്, ബോംബുകളൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ലൈവിലത് നടന്നിട്ടില്ല, എപ്പിസോഡിൽ അത് കഴിഞ്ഞു. ഷാനവാസും നിവിൻ്റെയും ആദ്യത്തെ ഇത് കട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, വയറ് കട്ട് ചെയ്യുന്നു. ഒരേ സമയം പച്ച വരുന്നു, അവർ സന്തോഷിക്കുന്നു. അനുവിൻ്റെയും കട്ട് ചെയ്യാൻ പറയുന്നു. അനീഷിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് പുക വന്നില്ല, അനുവിൻ്റെ പച്ച. അപ്പോൾ ഉടനെ അയ്യോ അനു സേവായി എന്നൊക്കെ പറഞ്ഞു. അതിശയം. അത് കഴിഞ്ഞ് അക്ബറും ആദിലയും നൂറയുടെ ഒരുമിച്ച് പൊട്ടിക്കുന്നു. ആദിലയുടേത് ചുവന്ന പുകയാണ് വരുന്നത്. അപ്പം നൂറ പറയണം, അറിയാം ആര് ജയിക്കും എന്നുള്ളത്, സാരമില്ല, ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ ഒന്നിച്ചെന്ന് പറയണതൊക്കെ വെറുതെയാണ് കേട്ടോ. ഇവർ ഒന്നിച്ചിട്ടൊന്നുമില്ല, ഇവർക്ക് ഒന്നിക്കാൻ കഴിയൂല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവരുടെ മനസ്സുകൾ അകന്നു പോയതുപോലെ എനിക്ക് ഇനി പുറത്ത് വന്നിട്ട് അവർ ഒന്നിക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നമുക്ക് അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നുള്ള കാര്യം. അനുവിനൊക്കെ ഒരു അലിവ് ഒന്നുമില്ല, പുള്ളിക്കാരിക്ക് ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് കണ്ടില്ല. അതുപോലെ ആദിലെ നൂറിക്കും എനിക്ക് വെറുതെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു ഫീലിംഗ് വരണ്ടേ? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, സത്യം പറയാം. അപ്പോൾ ഇതാണ് പാട്രാ ഗേൾസിൻ്റെ റീയൂണിയൻ. എനിക്ക് പക്കാ ഒന്നുമായിട്ട് തോന്നിയില്ല. ആദിലെ എവിക്റ്റായി, ഇനി ബാക്കിയുള്ളവരാണ് ടോപ്പ് 6. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, റിവ്യൂ ആയിട്ട് വരാം.